ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് പച്ച ചക്കയും പഴുത്ത ചക്കയും രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് വെട്ടിയെടുക്കുക, ബാക്കി നമുക്ക് ചക്ക പൊരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ ഇത്തിരി നല്ലെണ്ണയൊക്കെ തേച്ച് കത്തിയിലൊക്കെ തേച്ചിട്ട് അപ്പോൾ കത്തി പിടി വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ച് തുടച്ചിട്ടൊക്കെ ഒന്ന് വെട്ടിയപ്പോൾ മുറിയുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര പാടാണ് ചക്ക വെട്ടിയെടുക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ വെട്ടിയിട്ട് മുറിച്ചെടുക്കാനൊന്നും അറിയുന്നല്ല കേട്ടോ. വീട്ടിലൊക്കെ പോയ അമ്മ തന്നെയാണ് ചക്ക വെട്ടിയെടുക്കുന്നതൊക്കെ കേട്ടോ. പഴുത്തതാണ് പിന്നെയും മുറിഞ്ഞു തരും, പച്ചച്ചക്ക മുറിയേ ഇല്ല കേട്ടോ. അപ്പോൾ വെട്ടിയിട്ടും ചക്ക മുറിയുന്നേ ഇല്ല കേട്ടോ. വിളഞ്ഞ് മാത്രമുണ്ട്. വിളഞ്ഞപ്പോൾ ഇതിമൊന്നും തെറിക്കുന്നുണ്ട് കേട്ടോ. അകത്തു കൂടെയും പിന്നെ കുപ്പികൾ കൂടെയും ജനൽ ചില്ലുമ്മ കൂടെ ഒക്കെ വിളഞ്ഞായിട്ടോ. പിന്നെ ഞാൻ ചക്ക പുറത്തെടുത്ത് കൊണ്ടുപോയിട്ട് വെട്ടിയിട്ടോ. പച്ചച്ചക്ക ഒന്നുകിൽ കോടാലി വെച്ച് വെട്ടുക, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ പച്ചച്ചക്ക പൊളിയുക. പിന്നെ വെട്ടി എടുക്കണം. ഇതാണെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചിട്ട് മുറിയുന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് തലങ്ങും വിലങ്ങും ഇട്ടിട്ട് വെട്ടി ഒരു യുദ്ധം തന്നെ കഴിഞ്ഞു കേട്ടോ. ചക്ക മുഴുവൻ പറിച്ചെടുത്തിട്ടാണ് ഞാൻ വന്നത് മഴ പെയ്തപ്പോൾ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൈയൊക്കെ വൃത്തിയാക്കണതിന് മുന്നേ തന്നെ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ എരിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി രണ്ട് പണിക്കാവില്ലല്ലോ പറഞ്ഞിട്ട് പഴുത്ത ചക്കയും പച്ച ചക്കയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള പണി ഇതാണ്, ചക്കൻ്റെ പണി കേട്ടോ. എനിക്ക് ചക്ക വെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വിളഞ്ഞാവുന്നതുകൊണ്ട് വെട്ടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ പഴുത്ത ചക്കയാണെങ്കിൽ തന്നെ വെട്ടിയിട്ട് എല്ലാം ചോള പറിച്ച് പാത്രത്തിലെടുത്ത് വെച്ച് ചക്കൻ്റെ മടലും തൊണ്ടും ഒക്കെ കൊണ്ടുപോയിട്ട് കൈയൊക്കെ നല്ല വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമുള്ളൂ കേട്ടോ ആ ചക്ക തിന്നാനിരിക്കുക. അപ്പോൾ ഇരിയുമ്പോഴേ തിന്നണ പരിപാടിയൊന്നുമില്ല കേട്ടോ. കയ്യിലൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ചക്ക തിന്നാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ചക്ക പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിയുക. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഇതേപോലെ ഇതളാക്കി ചക്ക വേറെടുത്തിട്ട് വാട്ടിയിട്ട് ഉണക്കി വെക്കും കേട്ടോ അമ്മ. ഞങ്ങളെ വലിയമ്മാൻ്റെ വീട്ടിലൊക്കെ നിറയെ ചക്ക ഉള്ളത് കാരണം അന്നൊക്കെ എങ്ങനെ വാട്ടി ഉണക്കി എടുത്ത് വെക്കണമെന്നൊന്നും ഞങ്ങൾ കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ. എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് കാണില്ലല്ലോ, എങ്ങനെയാണ് ഉണക്കണമെന്നൊന്നും അറിയില്ല. മഴക്കാലം ആകുന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. മഴ ആവുന്ന സമയത്ത് പുറത്തിറങ്ങാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണയിൽ വറുത്തിട്ട് തരും കേട്ടോ. ഇത് ചക്ക പിന്നെ പൂള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാട്ടി ഉണക്കിയിട്ട് നല്ല കറുമുറേന് കട്ടൻ ചായ ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുന്നേ മുറിച്ചതാണ് കേട്ടോ. ഈ ചക്ക പഴുത്ത ഒരു ചക്കയും പച്ച ഒരു ചക്കയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വലിയ കത്തിയിൽ വിളഞ്ഞിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ കത്തി തന്നെ എടുത്തിട്ട് ചക്ക മുറിച്ചത്. ഇത് പിന്നെ എളുപ്പത്തിൽ മുറിയും കേട്ടോ. അപ്പോൾ വിളഞ്ഞി കളയാനൊക്കെ എളുപ്പമല്ലേ. വലിയ കത്തിയാണെങ്കിൽ വിളഞ്ഞി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കറിക്കത്തി എടുത്തിട്ടാണ് കേട്ടോ ചക്ക വെട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ചക്കയും മാങ്ങയില്ല എന്നുള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ തിന്നാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചക്ക വറുത്തെടുക്കാം കേട്ടോ. രാത്രി ആണ് കേട്ടോ ഞാൻ ചക്ക പൊരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാം. അപ്പോൾ ചക്കയും വറുത്തെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ 6 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ വലിയ ഉരുളിച്ചട്ടിയാണെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പൊരിച്ച് വേഗം എടുക്കായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഉരുളിച്ചട്ടി എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ തിരഞ്ഞ് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഈ ചട്ടി വെച്ചതാണ് കേട്ടോ. ഇതാവുമ്പോൾ അതിൽ 3 പ്രാവശ്യം ഉണ്ടാക്കുന്നതിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കത്തിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് വിറകുള്ളൂ, ഒരു കെട്ട് വിറക്. ആ വിറക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വിറകൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസുമേലൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ വിറകുണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ചക്ക അതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രം ഫുള്ളുണ്ടായിരുന്നു. അത് പൊരിച്ച് കഴിഞ്ഞപ്പോൾ ഇതുള്ളൂ കേട്ടോ, ഭാഗമുള്ളൂ കേട്ടോ പാത്രത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് കുഴഞ്ഞെടുത്താൽ വേഗം ഉപ്പ് അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ചക്ക ചിപ്സിന് എടുത്തതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് അപ്പം തന്നെ നേരാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റത്തെ ദിവസം വേഗം എടുത്ത് ഉണ്ടാക്കാമല്ലോ, പിന്നെയും കയ്യിൽ വിളഞ്ഞാക്കാൻ നിൽക്കണ്ട വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടി എടുത്ത്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നല്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഇരുന്നിട്ട് എന്തായി വീഡിയോ നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ അതിലില്ല കേട്ടോ. എന്താ മിസ്സായിക്കണം, എന്താ വെച്ചാൽ അതിൽ സ്റ്റോറേജ് കൂടിയിട്ട് പിന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അത് പിന്നെ ഡിലീറ്റ് ആയി പോയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കൂട്ടാൻ പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിക്കണം, വേറെ ആരും തിന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വീഡിയോ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അറിയാം. അപ്പോൾ ഞാനിത് അത്രയും വൃത്തിയിലും കാര്യത്തിലും ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ. കുറേ നേരം ഡിലീറ്റ് ആയത് വരുമോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കുറേ നേരം നോക്കിയിട്ടോ. കുറേ വീഡിയോസും കാര്യങ്ങളും കുറേ കളഞ്ഞു കഴിഞ്ഞാലെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കിയിട്ട്, പക്ഷേ ഇങ്ങനെ നോക്കിയിട്ടും വീഡിയോ വരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.